അപ്പോൾ വിഷുവിന് മുൻപ് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷു ദിനത്തിൽ ഒരു വാഗ്ദാനം നൽകിയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലിയ വാഗ്ദാനം തന്നെയായിരുന്നു. അതായത് ഒരു മാസം മുമ്പേ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വയനാട് ദുരന്ത ഭൂമിയിലെ 178 വീടുകളിൽ സർക്കാർ നൽകിയിട്ടുള്ള ആളുകൾക്ക് കയറി താമസിക്കാനാകുമെന്നും ബാക്കിയുള്ള ആളുകൾക്ക് അടുത്ത മഴക്കാലത്തിന് മുമ്പ്, അതായത് അടുത്ത മാസമോ അല്ലെങ്കിൽ ജൂൺ മാസത്തിലോ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും വീട് നൽകുമെന്നും ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ഉദ്ഘാടനം ചെയ്യപ്പെട്ട വീടുകളിൽ പോലും ഈ വിഷുദിനത്തിൽ ആളുകൾക്ക് താമസിക്കാനാവാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇലക്ഷന് മുമ്പ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത് ഒരു PR വർക്കായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. 10 വർഷം മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഒഴിയുന്നതിന് മുമ്പ് 90% പണി പൂർത്തീകരിച്ച ഇതേ രീതിയിൽ തന്നെ ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്നു. കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു. അന്ന് കൂടുതൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ന് ഭരിക്കുന്നത്. ആ ആളുകൾ തന്നെയാണ് ദുരിതബാധിതർക്ക് നൽകുന്ന ഈ വീടിനെ പോലും തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയത്. ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചാൻ പറയാൻ കഴിയും, ഈ 178 വീടുകൾ പൂർണ്ണതോതിൽ താമസം തുടങ്ങുന്നതിന് വേണ്ടി ഏത് നിലവിലുള്ള മുന്നണി വന്നാലും മറ്റൊരു മുന്നണി വന്നാലും ചുരുങ്ങിയത് 6 മാസമെങ്കിലും എടുക്കും എന്നുള്ളത്. മാത്രമല്ല ബാക്കിയുള്ള വീടുകളിൽ താമസം തുടങ്ങാൻ ഏകദേശം 1 വർഷത്തിലധികം എടുക്കും എന്നുള്ളത്. പക്ഷേ ദുരിതബാധിതർക്ക് അവർക്ക് നൽകുന്ന വാടക, കൂലിയായിട്ട് നൽകുന്ന 9,000 രൂപ, അത് നിലച്ച അവസ്ഥയാണ് എന്നുള്ള ഒരു സങ്കടം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അപ്പോൾ സർക്കാരിനോട് താഴ്മയായിട്ട് പറയാനുള്ളത്, നിങ്ങൾ വീട് വെച്ച് നൽകുന്നത് ഇനി എത്ര താമസിച്ചാലും അവർക്ക് നൽകുന്ന ആ ഒരു സഹായം നിർത്തരുത് എന്നുള്ളതാണ്. ആയിരുന്നു ധൃതിയിൽ പണി തീരാത്ത വീടുകൾ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ആ ഒരു ഉദ്ഘാടന സമയത്ത് ഒരു കൂക്കിവിളി നമ്മൾ കണ്ടു. സ്ഥലം MLA ആയിട്ടുള്ള T സിദ്ദീഖ് പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അത് തികച്ചും രാഷ്ട്രീയമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് ബോധ്യമായി. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത്? മുഖ്യമന്ത്രിയും LDFും തുടർഭരണം ഉറപ്പു പറയുമ്പോൾ ഈ സർക്കാർ തന്നെയല്ലേ വീണ്ടും അധികാരത്തിൽ വരിക? പണി പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്താൽ പോരായിരുന്നോ? ഇലക്ഷന് മുമ്പ് ഇതെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഉദ്ഘാടനം. വിശ്വസിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ്. 178 വീടുകൾ വളരെ ഭംഗിയായി പണി പൂർത്തീകരിച്ചു. ജനങ്ങൾ കയറി താമസിക്കും എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ അത് വെറും PR വർക്ക് ആയിരുന്നു എന്നുള്ളത് അറിയാൻ കുറച്ച് താമസിച്ചു പോയി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട്